മലയാള സിനിമ 2026 ഫസ്റ്റ് ഹാഫ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂൺ വരെ റിലീസായിട്ടുള്ള സിനിമകളുടെ ഏകദേശം ഒരു അവസ്ഥ എന്താണെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2026 ജനുവരി മാസത്തില് ആദ്യത്തെ ഒരു 1-2 വീക്കിലൊക്കെ നമ്മൾ ജനനായകൻ ഇന്ന് റിലീസാകും, നാളെ റിലീസാകും, ഇന്ന് വരും, നാളെ വരുന്നൊക്കെ വിചാരിച്ച് ആ പടം ഇന്നേ വരെ വന്നിട്ടില്ല. എനിക്ക് ആ സിനിമയെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ അങ്ങനെ വലിയ റിലീസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3rd വീക്കിലോ മറ്റോ ആണ് നമ്മുടെ ഛത്ത പച്ച റിലീസാവുന്നത്. ആ പടം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ആ പടത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമെന്നില്ലെന്ന് എനിക്കറിയാം, എന്റെ ഒരു സമാധാനത്തിൽ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ സിനിമയിലെ ആക്ടേഴ്സ് ഒന്നും എഫേർട്ട് എടുത്തിട്ടില്ല എന്നല്ല, പല ആൾക്കാരും അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എടുത്തിട്ടുള്ള പല എഫേർട്ടും അത്ര റിസൾട്ട് ആയിട്ടില്ല. പിന്നെ അറിയാലോ, മമ്മൂക്ക അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാമിയോ റോളും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതൊരുമാതിരി മറ്റേ ഭാർഗവ ചരിത്രത്തിലെ ശ്രീനിവാസന്റെ ഗെറ്റപ്പ് പോലെ ഉണ്ടായിരുന്നൊക്കെയുള്ള വിമർശനങ്ങള്, പിന്നെ ആ ഭാഷ സ്ലാങ്ങിലൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. അപ്പൊ ഇതില് മമ്മൂക്കയുടെ ക്യാരക്ടർ വരുന്ന സമയത്ത് ഈ ഇദ്ദേഹം സംസാരിക്കുന്നതെല്ലാം ചിലതൊക്കെ മനസ്സിലാവും, ചിലതൊന്നും മനസ്സിലാവില്ല. പിന്നെ അവരെന്തൊക്കെയോ OTT-ലൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത് റീഡബ് ചെയ്തു എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. OTT-യിൽ ഞാൻ കാണാൻ നിന്നിട്ടൊന്നുമില്ല. സോ അങ്ങനെ ജനുവരിയിൽ വേറൊരു പടം കൂടി ഉണ്ട് കേട്ടോ. അത് മറ്റേ പ്രകമ്പനമാണ്. ജനുവരി ലാസ്റ്റ് വീക്കിലോട്ടാണ് പ്രകമ്പനം റിലീസ് ആവുന്നത്. പക്ഷെ പ്രകമ്പനം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അത് ആദ്യ ദിവസം തന്നെ അല്ല, ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് പ്രകമ്പനം കാണുന്ന സമയത്ത് എനിക്ക് പ്രകമ്പനം ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ വലിയ ഭീകര പടമൊന്നുമല്ല, പക്ഷെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ എന്ന നിലയ്ക്ക് പ്രകമ്പനം വലിയ കുഴപ്പമില്ലാത്ത പടമാണ്. പിന്നെ ഫെബ്രുവരി ഒരു 3-4 വീക്ക് ഫ്രീ ആയതുകൊണ്ട് വലിയ റിലീസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ നൈസായിട്ട് ആ പടം ഓടിയിട്ടുണ്ട്. നല്ലൊരു റൺ ആ പടത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പെണ്ണ് കേസ് അങ്ങനെ ഒരു പടമൊക്കെ ജനുവരിയിൽ ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പടം, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഫെബ്രുവരിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഫെബ്രുവരിയിൽ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഓർത്തിരിക്കുന്ന 3 സിനിമകളാണ്. അതിലൊന്ന് നമ്മുടെ മസ്തിഷ്ക മരണം, കൃഷാന്തിന്റെ പടം. ആ പടത്തിന്റെ തിയേറ്ററിക്കലായിട്ടുള്ള കളക്ഷൻ എത്ര എന്നുള്ള കാര്യമൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ആക്കിയിട്ടില്ല. കാരണം നിലവിലെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ആ സിനിമ ഒരിക്കലും വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. കാരണം അതൊരു കമ്മിങ് ഏജ് മൂവിയാണ്. ആ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനൊക്കെ ആൾക്കാർക്ക് ഇനിയും സമയം എടുക്കും. അത് അങ്ങനെ ഒരു പടമാണ്. പിന്നെ ഒരു സൈഫൈ മൂവിയാണ്. പക്ഷെ ബേസിക്കലി ആ പടം നല്ലൊരു ഊക്ക് പടം ആയതുകൊണ്ട് എനിക്ക് ഊക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. സോ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത പടമാണ് മസ്തിഷ്ക മരണം. മറ്റൊന്ന് അധ്യായം 1. അത് ഒരു കിടിലം പടമായിരുന്നു കേട്ടോ. കിടിലം എന്ന് വെച്ചാല് ഈ ടൈം ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ മലയാളത്തിൽ ഇത്രയും നൈസ് ആയിട്ട് അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു സ്കില്ല് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ പടം ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, അതിന് അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഡയറക്ടറുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് സംഭവം ഒരു അടിപൊളി പടമായിരുന്നു. മറ്റൊരു പടം ഏതാ വെച്ചാല് അടുത്ത പടം പെണ്ണും പൊറാട്ടും. അതും ഒരു എക്സ്പെരിമെന്റൽ ടൈപ്പ് മൂവി തന്നെയായിരുന്നു. ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്ത സിനിമയാണ്. അതായത് ഈ പടം ഞാൻ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് തിയേറ്ററിൽ ആൾക്കാർ വളരെ കുറവായിരുന്നു. നമ്മൾ 6 ആൾക്കാരാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 7 ആൾക്കാർ വന്നാലേ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് തിയേറ്ററുകാർ പറഞ്ഞിട്ട് നമ്മളെന്തെല്ലോ പറഞ്ഞ് കൈകാലെല്ലാം പിടിച്ചിട്ടാണ് ഇവര് പടം തുടങ്ങിയത്. പക്ഷെ സിനിമ സ്റ്റാർട്ട് ചെയ്തൊരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും മിക്ക ആൾക്കാരും ഇറങ്ങിപ്പോയി. പിന്നെ ഞാനും സെക്യൂരിറ്റിയും ആണ് ഈ പടം സെക്കൻഡ് ഹാഫ് പുറത്തുവരുന്ന കണ്ടത്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത സിനിമ കേട്ടോ. ഞാൻ ഒരുപാട് ചിരിച്ച പടമാണ്. പക്ഷെ ഈ പടത്തിന്റെ ഈ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന മൂവിയായിട്ട് ചില സിമിലാരിറ്റി ഒക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും ഒരു നൈസ് ആയിട്ടുള്ള അപ്രോച്ച് രാജേഷ് മാധവന്റെ മൂവി. ഇത് കൂടാതെ വേറെയും സിനിമകൾ ഫെബ്രുവരിയിൽ ഇറങ്ങിയിരുന്നു. അതിൽ സ്പാ, അനോമി, ആശാൻ. ഇതില് സ്പാ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇന്നേ വരെ കാണാത്ത സിനിമയാണ്. പിന്നെ അനോമി എന്ന് പറയുന്ന സിനിമ കുറച്ചുകൂടി നല്ല രീതിയിൽ അവര് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടെ. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. മറ്റത് ആശാൻ. ഈ ആശാൻ എന്നുള്ള പടം ഒരു അങ്ങനെയാണെന്നാ തോന്നുന്നത്. കാരണം അതിന്റെ ടീസർ കണ്ടപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിരുന്നു. അതായത് വല്ലാണ്ട് നന്മ, പിന്നെ ഇന്ദ്രൻസിന്റെ ഒരു അഭിനയം കാണുന്ന സമയത്ത് എനിക്ക് ഒന്നാമത് ഭയങ്കര നന്മമരം പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ തന്നെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ഇരിക്കുക. പിന്നെ കഷ്ടപ്പെട്ട് ഇത് കാണണ്ടേ. പക്ഷെ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം മോശം അഭിപ്രായമായിരുന്നു. സോ ഇതാണ് ആശാന്റെ അവസ്ഥ. ഇനി മാർച്ചിലേക്ക് വന്നു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട 2 പടങ്ങളാണ് ആടും പ്രതിച്ഛായയും. അതിൽ ആട് എന്ന് പറയുന്ന പടം ആടിന്റെ സീക്വൽ ആയിട്ട് വന്ന സിനിമയാണ്. ആടിന്റെ മറ്റു ഫ്രാഞ്ചൈസി പോലെ തന്നെ ചളിയാണ് പടത്തിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. പല ആൾക്കാരും ആട് 1, ആട് 2 പോലെ ആട് 3 ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
ആട് 1 ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ആട് 2 ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. ആട് 1 തിയേറ്ററിൽ ആദ്യം കാണുന്ന സമയത്ത്, പണ്ട് കാണുന്ന സമയത്ത് അത് കണ്ടിട്ട് ചിരിച്ച ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ ചില ചളിയെല്ലാം കാണുന്ന സമയത്ത്, നമ്മളൊന്ന് കോളേജിലും സ്കൂളിലും പഠിക്കുന്ന സമയമാണ്, നല്ല ചളി കാണുന്ന സമയത്ത് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആട് 2 വന്ന സമയത്തും അതിൽ ചില സീനിലെല്ലാം ചിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പടം മൊത്തം ഒരേ ചിരിയൊന്നുമല്ല, വെട്ടം പോലത്തെ പടമൊന്നുമല്ല. പിന്നെ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടിട്ടാണ് ഈ ആട് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇഷ്ടപ്പെടുക. അത് 1ന്റെ കേസിലും 2ന്റെ കേസിലും അങ്ങനെ തന്നെയാണ്, 3യുടെ കേസിലും ഏകദേശം അങ്ങനെ തന്നെയാണ്. എന്നാലും പടത്തിൽ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് ആട് 3 ഒരു വലിയ കമേഴ്ഷ്യൽ ഹിറ്റ് ആയിരുന്നു. അപ്പൊ ഇതാണ് ആട് 3. ഇനി അടുത്ത ആള് പ്രതിച്ഛായയാണ്. പ്രതിച്ഛായ അറിയാലോ, ഒരു ഗുണ്ട്, ഒരു തറ ഗുണ്ട് പടമാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. പാവ നീയുമ്പോൾ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് സർവ്വമായയിൽ കൂടി തിരിച്ച് വന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടർ പ്രതിച്ഛായ ഉണ്ടാക്കി വിടുന്നത്. ആ ചങ്ങായി ഇതുവരെ 14 പടങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വെറും 2 പടങ്ങളാണ് കമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടുള്ളത്. രണ്ടും ലാലേട്ടന്റെ പടമാണ്, മാടമ്പിയും ഗ്രാൻഡ് മാസ്റ്ററും. ബാക്കി 12 പടങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഇതാണ് മാർച്ച്. ഇനി ഏപ്രിലേക്ക് വന്നാൽ, ഏപ്രിലിലെ ആദ്യത്തെ റിലീസ് വാഴ 2 ആയിരുന്നു. വമ്പൻ ഹിറ്റ്, കിടിലം ഹിറ്റ്, കിടിലം പടം. ആ പടം ഭയങ്കര റിപ്പീറ്റ് ടു വാച്ച് ക്വാളിറ്റി ഉള്ള പടമാണ്. ഞാൻ തിയേറ്ററിൽ വല്ലാണ്ട് എൻജോയ് ചെയ്ത പടം. കമേഴ്ഷ്യലി വമ്പൻ 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 ഹിറ്റായ പടം. അടുത്ത ആള് മോഹിനിയാട്ടമാണ്. അതായത് നമ്മുടെ ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട്. ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ടു, ഗംഭീരം, അതിഗംഭീരമായിട്ടുള്ളൊരു പടം, വമ്പൻ ഹിറ്റ്. ഇനി അടുത്ത ആള് ഒരു ദുരൂഹ സാഹചര്യത്തിൽ, വിഷുവിന്റെ ആ സമയത്ത് റിലീസായ പടമാണ്. ആ പടത്തിന്റെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പടത്തിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇങ്ങനെയാണുള്ളത്. അതായത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും ഭയങ്കര പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും. അപ്പൊ ഈ ഒരു ബാലൻസ് ശരിയാവാത്തത് കൊണ്ട് തന്നെയാണ് ആ പടം പല ആൾക്കാർക്കും വർക്ക് ആവാത്തത്. പിന്നെ ആ പടം ഒന്ന് ലൈറ്റർ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് കാര്യം മനസ്സിലായേനെ. എന്നാലും അതിലെ കുഞ്ചോക്കോ ബോബന്റെ അഭിനയം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അതിപ്പോ ഈ OTT റിലീസിന് ശേഷം പല ആൾക്കാരും അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഉപന്യാസമൊക്കെ എഴുതി വിടുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പടമായിരുന്നു. പക്ഷെ എല്ലാ ആൾക്കാർക്കും വർക്ക് ആയിട്ടില്ല. അതൊരു ഒരു കുഞ്ഞു പടക്കം. അടുത്തത് പള്ളിച്ചട്ടമ്പി അഥവാ പള്ളി ഗുണ്ട്. ടോവിനോ തോമസിന്റെ ഒരു തറ ഗുണ്ട് പടം. ടോവിനോ, പൃഥ്വിരാജ് അവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പല ആൾക്കാരും ആ സിനിമയുടെ ഡയറക്ടറുടെ പേര് കണ്ടിട്ട് സിനിമ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ഡയറക്ടറുടെ മുമ്പുള്ള സിനിമകളെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. അയാളങ്ങനെ ചില സീനുകള്, ചില സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ടോട്ടാലിറ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ഡയറക്ടറായിട്ടാണ് എനിക്ക് മുമ്പ് തോന്നിയിട്ടുള്ളത്. മെയ് 1-ാം തീയതി സിനിമ മനസ്സിലായല്ലോ, പാട്രിയോട്ടിന്റെ പ്ലോട്ട് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ സംഭവമായിരുന്നു അത്. കഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ വലിയ സിനിമ. ലാലേട്ടനും മമ്മൂക്കയും ഉണ്ടായിട്ട് പോലും ആ പടം ക്ലച്ച് പിടിച്ചില്ല, കമേഴ്ഷ്യലി എവിടെ എത്തിയില്ല. നമുക്ക് ഓർമ്മിച്ച് വെക്കാനായിട്ട് നല്ലൊരു മൊമെന്റ് പോലും തരാനായിട്ട് അതിന്റെ ക്രിയേറ്റർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു പടം. പിന്നെ സിനിമയുടെ കഥയെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഇതിന് പോസിറ്റീവ് റിവ്യൂ ഇട്ട ആളാണ്. കാരണം എനിക്ക് ആ പ്ലോട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അത് കൊള്ളാന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മേക്ക് ചെയ്തൊരു രീതിയാക്കി വല്ലാണ്ട് റിയലിസ്റ്റിക് ആക്കിയിട്ട് ഒരു മാസ് എലമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്ന് പോയി. വല്ലാണ്ട് ശോകമൂകമായി പോയൊരു സിനിമയായിരുന്നു പാട്രിയോട്ട്. എല്ലാ ആൾക്കാർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായ പടമായിരുന്നു. ബട്ട് വാസ് എ ഫ്ലോപ്പ്. ഇനി രണ്ടാമത്തെ പടം മൈലം BSCയുടെ മൈസൂർ പടക്കം അതിരടി. അതൊരു തറ ഗുണ്ട് പടമായിരുന്നു. സാം കുട്ടനും തൂട്ടക്കുട്ടനും അഭിനയിച്ച പടം. അതൊരു വലിയ ഡിസാസ്റ്റർ ആണ്. അതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ പോലും ഒന്നുമില്ല. വളരെ വൃത്തികെട്ട ഒരു പടം, മൈലം BSCയുടെ മൈസൂർ പടക്കം. ഇനി അടുത്തത് ദൃശ്യം 3 ആയിരുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ കാത്തിരുന്ന് നമുക്ക് കിട്ടിയൊരു, നമ്മൾ കാത്തിരുന്ന ഒരു പടം. കാത്തിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ദൃശ്യം 1 എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ. ജിത്തു ജോസഫിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഇതേ വർഷം തന്നെ വലതുവശത്തെ കള്ളൻ, ഇടതുവശത്തെ പോലീസ് എല്ലാം പറഞ്ഞിട്ട് ഓരോ സിനിമയെല്ലാം ഇറക്കിയിട്ട് അറിയാലോ. ജിത്തു ജോസഫിന്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മിക്ക സിനിമകളും ഒരു സീരിയൽ ടൈപ്പ് ഒക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെ അല്ലാത്ത കുറച്ച് സിനിമകളേ ഉള്ളൂ. അതാണ് മെമ്മറീസും ദൃശ്യം സീരീസിലൊക്കെ വരുന്നത്, മൈ ബോസ് അടക്കം. ഓക്കെ, ഇനി ദൃശ്യം 3ലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് നല്ല ഊക്ക് ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനും കൂടി ചേർത്ത് നോക്കുന്നില്ല. പക്ഷെ ഈ പടത്തിന് ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇട്ട ആളാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഷോ ഫ്രണ്ട് റോയിലിരുന്ന് ഈ പടം കാണുന്ന സമയത്ത് തിയേറ്റർ നിറച്ച ആൾക്കാരായിരിക്കും. ആ ഫുൾ ക്രൗഡിലിരുന്ന് പടം കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു രസമാണ്. ഓക്കെ, പിന്നെ ഈ പടം എനിക്ക് പേഴ്സണലി വർക്കായ പടമാണ്. കാരണം ദൃശ്യം തന്നെ ഇനി ഏത് വലിയ സിനിമയാണെങ്കിൽ പോലും അതിന്റെ സീക്വൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള സീക്വൽ ആയിട്ട് എന്തായാലും കമ്പാരിസൺ ഉണ്ടാകും. അപ്പൊ എല്ലാ പടങ്ങളും
വലിയ രീതിയിൽ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഈ നിയമം വെച്ചിട്ടുള്ള കുറെ കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോർട്ട് റൂം ഡ്രാമ ഒക്കെ. അപ്പോൾ അങ്ങനെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാകും. പിന്നെ നമ്മൾ ചില കേസിൽ വലിയ പ്ലാൻ എല്ലാം ചെയ്തിട്ട് ചില ആൾക്കാർ നമ്മുടെ ടീമിലേക്ക് ജോയിൻ ആവുന്ന സമയത്ത് നമ്മൾ പറയില്ല, ഓ അത് ഇന്ന ആളുടെ മോനാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ചേട്ടനാണ്, അല്ലെങ്കിൽ കസിനാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തായിരുന്നു, അപ്പൊ അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വൻ പ്ലാൻ ആയിരിക്കും, ഹെവി ചങ്ങായി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് ഇട്ട് ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് ഇയാൾ വന്നിട്ടൊരു പ്ലാൻ പറഞ്ഞ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇയാൾ വെറും മൊണ്ണയായിരിക്കുന്നു. സോ അങ്ങനെ ഒരു മൊണ്ണയായിരുന്നു ആക്ച്വലി നമ്മുടെ പ്രഭാകരൻ എന്ന് പറയുന്നത്, അതായത് ഗീത പ്രഭാകരന്റെ ഭർത്താവ്. ഗീത പ്രഭാകരന്റെ ഭർത്താവാണെന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ അത്രയധികം ട്രസ്റ്റ് ചെയ്തത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മൊണ്ണ ക്യാരക്ടറാണ്. അതായത് ഞാൻ നടന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആ കഥാപാത്രം. അയാൾക്ക് ആകെ ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ. അതിനെ മര്യാദയ്ക്ക് വളർത്തിയിരുന്നെങ്കിൽ ഏതോ ഒരുത്തന്റെ മോളെ ഈ ഒരു മൊണ്ണയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് പിന്നെ ഈ റിസോർട്ടിൽ എത്തിച്ച് അടിച്ച് കൊന്ന് എന്തെല്ലാം പ്ലാനാണ്. സോ എല്ലാ പ്ലാനും അങ്ങനെ വർക്കായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിലുണ്ടായ പ്രഭാകരനും ശരിക്കുള്ള പ്രഭാകരനും തമ്മിൽ ഒന്ന് മാച്ച് ആയില്ല, അതിന്റെ ഒരു കുഴപ്പമായിരുന്നു. പിന്നെ ആ സിനിമയ്ക്ക് ചില പോരായ്മകളിൽ ഒന്ന് എന്ന് വെച്ചാല് അനാവശ്യമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ്. കല്യാൺ ജ്വല്ലറി, മൈജി, അത് ഇതെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പരസ്യം ഈ പടത്തിലെല്ലാം കയറി വന്നിട്ടുണ്ട്. പിന്നെയും ആൾക്കാർക്ക് ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയ പല കാര്യങ്ങളും ഉണ്ട്. സോ പക്ഷെ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യം 3 എന്ന് പറയുന്നത് ഒരു വലിയ തിയേറ്ററിക്കൽ സക്സസ് ആണ്, ഏതാണ്ട് വാഴ പോലെ തന്നെ. ഇനി ലാസ്റ്റ് മെയ് മാസത്തിലെ അവസാനത്തെ സിനിമ എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. എവിടെ പോയി സാധനം കിട്ടുന്നില്ലല്ലോ, കിട്ടി. അത് കാട്ടാളനാണ്, ഒരു കാട്ട് ഗുണ്ട. ആ പടത്തിനെ കുറിച്ചിട്ട് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ പ്രൊഡ്യൂസറായി അവർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ, പിന്നെ അവര് പ്രൊമോഷൻ സമയത്തൊക്കെ ഈ മാർക്കോ ആയിട്ടുള്ള ഇത്, പിന്നെ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ക്ലൈമാക്സിൽ വരുന്നതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ഡോഗേഷാണ് വന്നത്. എന്തിന്, അതിന്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സിനിമയിൽ തന്നെ ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഗുഹൻ സിംഗ്, മൊത്തം ഗുഹൻ പടങ്ങളാണ്. പോരാ, ആ പടം വളരെ വല്ലാണ്ട് മോശമായി പോയി. ഇനി ജൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂൺ ആദ്യം തന്നെ ഒരു പടക്കം പൊട്ടിയിട്ടുണ്ട്. അത് മോളിവുഡ് ടൈംസ് ആണ്. ആ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ സിനിമയുടെ കോണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ആളാണ്. സോ എനിക്കിത് ഇഷ്ടമാണ്. പക്ഷെ എന്ത് ഗ്രേ ഷെയ്ഡ് ആണെങ്കിലും ഇത് കണ്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയിലടാ. എന്ന് വെച്ചാല് നമ്മളെ ഏതെങ്കിലും രീതിയിൽ സാധനം ഒന്ന് എൻഗേജ് ചെയ്യിക്കണം, ഒരു എക്സൈറ്റ്മെന്റ് കിട്ടണ്ടേ. നമ്മള് വല്ലാതെ ബുദ്ധിമുട്ടിട്ടാണ് ജീവിക്കുന്നത്. ആകെ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്ന ഒരു സിനിമ കാണലൊക്കെയാണ്. സോ ഒരു കഥാപാത്രം വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന സമയത്ത് അയാൾക്ക് എവിടെയെങ്കിലൊക്കെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരം എല്ലാം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രയും നെഗറ്റീവായിട്ട് എഴുതാൻ വേണ്ടി പാടില്ല. ഒരു സമയത്ത് പ്രിയദർശൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മീൻസ് ഈ മിന്നാരത്തിന്റെ ക്ലൈമാക്സ്, വന്ദനത്തിന്റെ ക്ലൈമാക്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവസാനം ആൾക്കാരെ ഇങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിച്ച് ഒരുമാതിരിയാക്കും. സോ ഇയാള് ഈ പടത്തിൽ തുടക്കം മുതലേ ഈ ചങ്ങായി ഒന്ന് തല പൊക്കി നിൽക്കാൻ പോലും വിടുന്നില്ല. ഇങ്ങനെ എഴുതി തളർത്തി വെച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തിനെ. നമ്മളും സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി പോകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും കഥാപാത്രങ്ങളെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ഇപ്പൊ ഈ സിനിമയിലെ വിനീത് ശ്രീനിവാസന്റെ എല്ലാം ഒരു കഥാപാത്രമല്ലേ വിനീത്, സംഗീത്, ഇവരെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ നമ്മുടെ പ്രൊഫഷനിൽ മറ്റു പല ആൾക്കാരുമായിട്ട് നമുക്ക് കമ്പാരിസൺ വരും. അപ്പൊ നമുക്ക് നല്ലോണം ദേഷ്യം ഉണ്ടാവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഒരിക്കലും അതിന്റെ കോണ്ടന്റിനോട് എനിക്ക് മോശം അഭിപ്രായമില്ല. പക്ഷെ ഒന്നൊന്ന് സന്തോഷിപ്പിക്കാമായിരുന്നു ആൾക്കാരെ, പക്ഷെ അത് ഉണ്ടായില്ല. ഇനി ജൂണിലെ അടുത്ത പടം എന്ന് പറയുന്നത്, അടുത്ത പടം ബാലൻ ദ ബോയ്. അത് ഓൾ ടൈം സിനിമ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ സിനിമ ഓർത്തിരിക്കും. സിനിമ ഉള്ളിടത്തോളം കാലം എല്ലാ സിനിമ പ്രാന്തന്മാരും ഈ പടം ഓർത്തിരിക്കും. ഈ പടത്തിന്റെ തിയേറ്റർ കളക്ഷൻ എന്താണെന്നൊന്നും അറിയില്ല, കാരണം ഇപ്പോഴും ഈ പടം ഓടുന്നുണ്ട്. പക്ഷെ കളക്ഷൻ ഒന്നും ഈ പടത്തിന്റെ കേസിൽ ഒന്നുമല്ല. ചിദംബരവും ജിത്തു മാധവനും ഷൈജു ഖാലിദെല്ലാം ഒരുപാട് നാള് ജീവിച്ചിരിക്കട്ടെ. അവർ നല്ല നല്ല അടിപൊളി സിനിമകൾ ഉണ്ടാക്കട്ടെ. ഇനി ജൂണിലെ അടുത്ത പടം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത പടമാണ് അനന്തൻ കാട്. അതിനറിയാലോ, അതും ഒരു ഗുണ്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മറിച്ച അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാകും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമെന്നില്ല എന്നറിയാം. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ അതേ ദിവസമല്ല പിറ്റേ ദിവസം നമ്മളെ റോഷൻ മാത്യുവിന്റെ ഒരു പടം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. എന്ന് വെച്ചാല് ആ പടത്തിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ അത് വല്ലാണ്ട്
ഡാർക്ക് അടിച്ചിട്ടുണ്ട്. ഒന്നാമത് നല്ല മഴയാണ്, പിന്നെ അതിന്റെ കൂടി ഡാർക്ക് ആയിട്ടുള്ള പടം കൂടി കാണുമ്പോഴത്തേക്ക്, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇയാളുടെ റോന്ത് എന്നുള്ള പടം കണ്ടിട്ടില്ലേ, വല്ലാണ്ട് ഡാർക്കായി പോയി. നമുക്കൊരു ഒന്ന് സമാധാനം കിട്ടുന്നില്ല, കണ്ടിട്ട് കണ്ടുപോയല്ലോ എന്നുള്ളൊരു അവസ്ഥയായി പോയി. അതേപോലത്തെ പടമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉയിർ ഒഴിവാക്കിയത്. പക്ഷെ ആ സിനിമ കണ്ട പല ആൾക്കാർക്കും വളരെ മോശം അഭിപ്രായമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറച്ച് തമ്പനിലെല്ലാം കണ്ട്, ചില ആൾക്കാർ തെറിയെല്ലാം എഴുതിയിട്ടുണ്ട്, തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓക്കെ, ലീവ് ഇറ്റ്, അതെന്തായെന്ന് അറിയില്ല, പക്ഷെ ഒരു വലിയ ഹിറ്റ് ഒന്നും അല്ല എന്ന് തോന്നുന്നു. സോ ഇതൊന്നും അല്ലാതെ വേറെ കുറെ പടങ്ങൾ, ഈ മറ്റേ ധ്യാൻ ശ്രീനിവാസൻ അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ സിനിമകൾ മലയാളത്തിൽ ആക്ച്വലി റിലീസ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ചവറ് സാധനങ്ങളൊന്നും കാണാനായിട്ട് മെനക്കെട്ടിട്ടില്ല. പക്ഷെ മറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, അപ്പോൾ അത് നന്നായി എന്നൊക്കെ തോന്നും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാജുവേട്ടനാണ്, ഐ നോബഡി, നിസാം ബഷീർ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഡിസംബറിൽ ലാലേട്ടൻ്റെ ഒരു പടം കൂടി വരുന്നുണ്ട്, അതിമനോഹരം. സോ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓണം അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരിക്കും. ദുൽഖറും നിവിനും പൃഥ്വിരാജും എല്ലാവരും കൂടി മറിച്ചടിക്കുമെന്നാണ് തോന്നുന്നത്. സോ സീ ദി നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടൊന്നുമില്ല. സോ കാണാം. ബൈ ബൈ ബൈ.